കപ്പ് 2025 ഒരു നിർണായക ഇൻഫർമേഷനിലേക്ക് വരികയാണ്. ഇന്ത്യയും പാക്കും ഒരേ ഗ്രൂപ്പിലാണ്. കാത്തിരുന്ന പോര് ഏത് തീയതിയിലാണെന്ന് നോക്കാം. എല്ലാവർക്കും മിക്സ്ഡിലേക്ക് സ്വാഗതം. ഏഷ്യ കപ്പിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. ഒരേ ഗ്രൂപ്പിലാണ് ഒരിക്കൽ കൂടി ബദ്ധവൈരികൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ ത്രില്ലർ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ 14 നടക്കും. സമീപകാലത്തെ സംഘർഷങ്ങളുടെ പേരിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം കൂടുതൽ വഷളായതോടെ ഏഷ്യ കപ്പിൽ ഇന്ത്യ കളിച്ചേക്കില്ലെന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വാർഷിക യോഗത്തിൽ BCCI പ്രതിനിധി ഓൺലൈനായി പങ്കെടുത്തതോടെ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പാവുകയായിരുന്നു. ഇന്ത്യയാണ് ഇത്തവണത്തെ ഏഷ്യ കപ്പിൻ്റെ ഔദ്യോഗിക ആതിഥേയരെങ്കിലും മത്സരങ്ങൾ നടക്കുന്നത് നിഷ്പക്ഷ വേദിയായ UAEയിലാണ്. T20 ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റ് സെപ്റ്റംബർ 9 ആരംഭിക്കുക. കലാശപ്പോരാട്ടം 28 8 ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെൻറ്റിലെ നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. ഗ്രൂപ്പുകൾ എങ്ങനെയെന്ന് നോക്കാം. ഏഷ്യ കപ്പിൽ ഇത്തവണ ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാനെ കൂടാതെ ആതിഥേയരായ UAE, ഒമാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നിവരും അണിനിരക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓരോ ടീമും പരസ്പരം ഓരോ തവണ വീതം ഏറ്റുമുട്ടും. പോയിൻ്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്നവർ സൂപ്പർ ഫോറിലേക്കും യോഗ്യത നേടും. സൂപ്പർ ഫോറിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവരാണ് ഫൈനലിൽ കൊമ്പുകോർക്കുക. സെപ്റ്റംബർ 9 വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം. ഇന്ത്യയുടെ ആദ്യ പോരാട്ടം തൊട്ടടുത്ത ദിവസം UAEക്കെതിരെയാണ്. 14 ഞായറാഴ്ച പാകിസ്ഥാനുമായി കൊമ്പുകോർക്കുന്ന ഇന്ത്യ 19 അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഒമാനുമായി പോരടിക്കും. 20 സൂപ്പർ ഫോറിന് തുടക്കമാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും സൂപ്പർ ഫോറിലേക്ക് മുന്നേറിയാൽ 21 ഞായറാഴ്ച ഇരു ടീമും ഒരിക്കൽ കൂടി മുഖാമുഖം വരും. അതിനുശേഷം ഫൈനലിലും ഇന്ത്യ പാക് പോരാട്ടം സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏഷ്യ കപ്പ് 2025 ഷെഡ്യൂളിലേക്ക് വന്ന സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങിനെ നേരിടും. സെപ്റ്റംബർ 10 ബുധനാഴ്ച ഇന്ത്യ UAEയെയും, സെപ്റ്റംബർ 11 വ്യാഴാഴ്ച ബംഗ്ലാദേശ് ഹോങ്കോങ്ങിനെ നേരിടും. സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച പാകിസ്ഥാൻ ഒമാൻ മത്സരമാണ്. സെപ്റ്റംബർ 13 ശനിയാഴ്ച ബംഗ്ലാദേശ് ശ്രീലങ്കയെയും, സെപ്റ്റംബർ 14 ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാനെയും, സെപ്റ്റംബർ 15 തിങ്കളാഴ്ച ശ്രീലങ്ക വേഴ്സസ് ഹോങ്കോങ് മത്സരം, സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മത്സരം, സെപ്റ്റംബർ 17 പാകിസ്ഥാൻ UAE മത്സരം, സെപ്റ്റംബർ 18 ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ മത്സരം, സെപ്റ്റംബർ 19 ഇന്ത്യ ഒമാൻ മത്സരം. സൂപ്പർ ഫോറിൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച ഗ്രൂപ്പ് ബി മത്സരം നടക്കും. ക്വാളിഫയർ 1, ഗ്രൂപ്പ് ബി ക്വാളിഫയർ 2 നടക്കും. സെപ്റ്റംബർ 21 ഞായറാഴ്ച ഗ്രൂപ്പ് എയിലെ ക്വാളിഫയർ 1 ഗ്രൂപ്പ് എ ക്വാളിഫയർ 2 നടക്കും. സെപ്റ്റംബർ 22 തിങ്കളാഴ്ച വിശ്രമ ദിനമാണ്, അന്ന് മത്സരം നടക്കുന്നില്ല. സെപ്റ്റംബർ 23 ചൊവ്വാഴ്ച ഗ്രൂപ്പ് എയിൽ ക്വാളിഫയർ 1 ഗ്രൂപ്പ് ബിയിലെ ക്വാളിഫയർ 2 നടക്കും. സെപ്റ്റംബർ 27 ബുധനാഴ്ച ഗ്രൂപ്പ് ബിയിൽ ക്വാളിഫയർ 1 ഗ്രൂപ്പ് എ ക്വാളിഫയർ 2 രണ്ടാമത്തെ മത്സരം നടക്കും. സെപ്റ്റംബർ 25 വ്യാഴാഴ്ച ഗ്രൂപ്പ് എയിൽ ക്വാളിഫയർ 2 ഗ്രൂപ്പ് ബി ക്വാളിഫയർ 2 നടക്കും. സെപ്റ്റംബർ 26 വെള്ളിയാഴ്ച ഗ്രൂപ്പ് എയിൽ ക്വാളിഫയർ 1 ഗ്രൂപ്പ് ബി ക്വാളിഫയർ 1 നടക്കും. സെപ്റ്റംബർ 27 ശനിയാഴ്ച ബ്രേക്ക് ഡേ ആണ്. എന്തായാലും കണ്ടു തന്നെ